വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച പല മേഖലകളെയും മികവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം തന്നെ ചില മേഖലകൾക്ക് ദോഷമായും ഭവിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് വലിയ വിപ്ലവം തീർത്തു. എന്നാൽ അനധികൃത ലോൺ ആപ്പുകൾ സമൂഹത്തിന് വിപത്തായി മാറുന്ന സാഹചര്യമാണ്. വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാം ആപ്പുകളുടെ ചതിക്കണിയിൽ വീഴുന്ന സംഭവ വികാസങ്ങൾ തുടർക്കഥയാകുന്നു. ആളെക്കൊല്ലി ലോൺ ആപ്പുകൾക്ക് നിയമസാധുതയുണ്ടോ? നോക്കാം ജൂറിസ്. വളരെ നമ്മുടെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നിതിൻ്റെ മരണത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് നിയമങ്ങൾ കർശനമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം RBI ഓരോ തരത്തിൽ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്കിങ് നിയമം എങ്ങനെയായിരിക്കണം, ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, ലോൺ എടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം, പലിശ നിരക്ക് നിശ്ചയിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായ മാനദണ്ഡം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ബാങ്കുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ, ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ കർശനമായ RBIയുടെ റെഗുലേഷൻസ് ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ ബാങ്കുകൾ ചമഞ്ഞുകൊണ്ട് ആപ്പുകളിലൂടെയും അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിലൂടെയും ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും അതിനുശേഷം ലോണുകൾ കൊടുക്കാമെന്നുള്ള മോഹനമായ വാഗ്ദാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആപ്പിൻ്റെ ക്യാൻവാസിങ് നടത്തിക്കൊണ്ട് പാവപ്പെട്ടവരെ ചതിക്കുഴിയിലേക്ക് കടത്തിടുന്ന അവസാനത്തെ ഇരയാണ് തിരുവനന്തപുരത്തെ എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത് നിരവധി ആളുകൾ ഇന്ന് ഈ ഒരു പ്രശ്നം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരിമിതികൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുറവ് കൊണ്ടും നമ്മളെല്ലായ്പ്പോഴും പണ്ട് കാലങ്ങളിൽ ബാങ്കുകളെ ലോണുകൾക്ക് വേണ്ടി ആശ്രയിച്ചുവെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള ആപ്പുകളെ ചതിക്കുഴികളാക്കിക്കൊണ്ട് ആപ്പുകളിലൂടെ പണം കൊടുക്കുന്നു. പണം കൊടുത്ത ശേഷം പണം എത്ര അടച്ചാലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്നില്ല, ആ പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള ധനവിനിയോഗം കൊടുക്കുന്നില്ല, അതിൻ്റെ പലിശ നിരക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ലോൺ എടുത്ത ശേഷം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിന് കിട്ടാക്കടമുണ്ടെങ്കിൽ ബാങ്കിന് കോടതിയെ സമീപിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാങ്കുകൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു. അവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു, അവരുടെ രക്ഷിതാക്കളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, ഗുണ്ടകളെ ഉപയോഗിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്നും ആട്ടിപ്പായിച്ച, നമ്മുടെ രാജ്യത്ത് നിന്ന് പണ്ട് അറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന നാട്ടാമ്മമാരും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പലിശക്കാരും വട്ടിപ്പലിശക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും നിയമം മൂലം ആട്ടിപ്പായിക്കുമ്പോൾ അവരുടെ ഒരു തനിയാവർത്തനമായി, അവരുടെ ഒരു തിരിച്ചുവരവായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.